ഈ ഷുഗറിൻ്റെ മരുന്ന് പൂർണ്ണമായിട്ട് നിർത്താൻ പറ്റും. ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുള്ള നമ്മുടെ സോഷ്യൽ മീഡിയയൊക്കെ കറങ്ങി നടക്കുന്ന ഒരു സംശയമാണ്. അതിന് ഒരേ ഒരു ഉത്തരവേ ഉള്ളൂ, ഇറ്റ് ഡിപ്പെൻസ് അപ്പോൺ ഏത് ഷുഗർ നിങ്ങൾക്ക് ഉണ്ടെന്നുള്ളത്. ശരിയാണ്, ഷുഗറിൻ്റെ ഗുളിക നമുക്കിപ്പോൾ നിർത്താൻ പറ്റും എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും മാറുന്ന ഒരു ക്യൂറബിൾ ഡിസീസ് ആയിട്ടാണ് ഡയബറ്റീസിനെ ഇപ്പോൾ നമ്മൾ പറയുന്നത്. പക്ഷേ അതും ഏത് ഷുഗർ നിങ്ങൾക്ക് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഉത്തരം നൽകേണ്ട ഒരു ചോദ്യമാണ്. കാരണം ടൈപ്പ് 2 ഡയബറ്റീസ് മാത്രമേ നമുക്ക് ക്യൂറബിൾ ഡയബറ്റീസ് എന്ന് ഇപ്പോൾ വിളിക്കാൻ പറ്റൂ. സോ നിങ്ങളൊരു ഷുഗർ രോഗിയാണെങ്കിൽ, നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ പ്രീ ഡയബറ്റിക് ആണെങ്കിൽ നിങ്ങൾക്ക് ഷുഗർ ഉണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ ഏത് ഷുഗറാണെന്ന് നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കണം. അതിനുശേഷം മാത്രമേ നിങ്ങൾ മരുന്ന് കഴിക്കാൻ പാടുള്ളൂ. അതിനുശേഷം മാത്രമേ നിങ്ങൾക്ക് മരുന്ന് നിർത്താൻ പറ്റുമോ എന്നുള്ള ചോദ്യത്തിൽ പ്രസക്തിയുള്ളൂ. സോ ഷുഗർ എത്ര ടൈപ്പ് ഉണ്ട്, ഏതൊക്കെ ഷുഗറാണ് നമ്മുടെ നാട്ടിൽ പ്രധാനമായിട്ടും ഉള്ളത്, അതിൽ ഏതൊക്കെ മരുന്നാണ് കഴിക്കേണ്ടത്, അതെങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് ഷുഗർ ഏതൊക്കെ ടൈപ്പ് ഉണ്ടെന്ന് അറിയുന്നതിനേക്കാളും ഡയബറ്റീസ് എന്താണെന്ന് ആദ്യം വരിക. എന്താണ് ഡയബറ്റീസ്? നോർമലി നമ്മളുടെ ആഹാരത്തിനകത്തെല്ലാം കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. ഈ കാർബോഹൈഡ്രേറ്റ് അഥവാ ഷുഗർ നമ്മുടെ ബ്ലഡിനകത്ത് എൻ്റർ ചെയ്യുകയും ആ ബ്ലഡിനകത്ത് എൻ്റർ ചെയ്യുന്ന ഷുഗർ നമ്മുടെ ശരീരത്തിനകത്ത് ഇൻസുലിൻ എന്ന് പറയുന്ന സാധനം നമുക്ക് ആവശ്യമുള്ള എനർജി ആയിട്ടോ അല്ലെങ്കിൽ എനർജിക്ക് ശേഷം ബാക്കിയുള്ളവയെ കൊളസ്ട്രോൾ ആയിട്ടോ മാറ്റി വെക്കുന്ന പ്രൊസീജിയറാണ് നോർമലി നമ്മുടെ ശരീരത്തിൽ നടക്കുക. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ചില ആൾക്കാരിൽ രണ്ട് കാര്യങ്ങൾ സംഭവിക്കാം. ഒന്നെങ്കിൽ അവരുടെ ശരീരത്തിനകത്ത് ഇൻസുലിൻ ഉണ്ടാവാതിരിക്കാം, അല്ലെങ്കിൽ അവർ കഴിക്കുന്ന ഭക്ഷണത്തിനകത്ത് കാർബോഹൈഡ്രേറ്റ് കൂടുതലായതുകൊണ്ട് അവരുടെ ഇൻസുലിൻ ഓവറായിട്ട് വർക്ക് ചെയ്ത് അവർക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ടാവുകയും അതുവഴി അവരുടെ ശരീരത്തിൽ ഇൻസുലിൻ വർക്ക് ചെയ്യാതെ ഇരിക്കാം. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് പ്രധാനമായിട്ടും ഡയബറ്റീസ് ഉണ്ടാകുന്നത്. സോ നമുക്കിതിൽ ഏത് ഡയബറ്റീസ് ആണെന്ന് കണ്ടുപിടിക്കുക. അതിനുശേഷം മാത്രമേ നമുക്കതിൻ്റെ മരുന്ന് നിർത്താൻ പറ്റുമോ. ബേസിക്കലി ഏത് മരുന്ന് കൊടുക്കണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നത് പോലും ഏത് ഡയബറ്റീസ് ആണെന്ന് കൺഫേം ചെയ്തതിന് ശേഷം മാത്രമാണ്. സോ നമുക്ക് ഏത് ഡയബറ്റീസ് ഒക്കെ ഈ കേരളത്തിൽ ജീവിക്കുന്ന, ഈ കൊച്ചു കേരളത്തിൽ ജീവിക്കുന്ന നിങ്ങൾക്ക് ഉണ്ടാവാം. സാധാരണയായിട്ട് നമ്മുടെ നാട്ടിൽ 3 തരത്തിലുള്ള ഡയബറ്റീസ് ആണ് ഉള്ളത്. ടൈപ്പ് 1 ഡയബറ്റീസ്, ടൈപ്പ് 2 ഡയബറ്റീസ്, അതിൻ്റെ മൂന്നാമത്തേതെന്ന് പറയുന്നത് GDM അഥവാ ജസ്റ്റേഷണൽ ഡയബറ്റീസ് മെലിറ്റസ്. ഇനി ഇതൊന്നും കൂടാതെ ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള ഡയബറ്റീസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ സ്റ്റിറോയിഡ് മരുന്നുകളൊക്കെ സ്ഥിരമായിട്ട് കഴിക്കുന്നവർക്ക് ഇഡിയോപ്പതിക് അല്ലെങ്കിൽ ഹൈഡ്രോജനിക് ആയിട്ട് ഡയബറ്റീസ് വരാം. സോ പ്രധാനമായിട്ട് 3ആണുള്ളത്. 4ാമത് ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ഡയബറ്റീസും ഉണ്ട്. അപ്പോൾ അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് ടൈപ്പ് 1 ഡയബറ്റീസ് ആണ്. എന്താണ് ടൈപ്പ് 1 ഡയബറ്റീസ്? ഈ ടൈപ്പ് 1 ഡയബറ്റീസ് രോഗികളിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ അവരുടെ ശരീരത്തിനകത്ത് ഇൻസുലിൻ തീരെ ഉണ്ടാകത്തില്ല, അല്ലെങ്കിൽ ഇൻസുലിൻ 0 ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ പാൻക്രിയാസിൽ നിന്ന് ഇൻസുലിൻ സിന്തസൈസ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ടാവില്ല. അത് കാരണം അവർക്ക് ഷുഗർ കൺട്രോൾ ആവില്ല. പിന്നെ അത് കുറച്ചൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡയബറ്റീസും കൂടിയാണ്. അതായത് നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ ഉണ്ടാക്കുന്ന കോശങ്ങളെ ശരീരം തന്നെ നശിപ്പിക്കുകയും അതുവഴി ഇൻസുലിൻ പ്രൊഡക്ഷൻ കുറയുകയും ചെയ്യും. അതാണ് ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് പറയുന്നത്. ഈ ടൈപ്പ് 1 ഡയബറ്റീസുകാർക്ക് ജീവിതകാലം മുഴുവൻ ഇൻസുലിൻ എടുക്കേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ശരീരത്തിൽ ഇൻസുലിൻ ഇല്ല. അതുകൊണ്ട് ടൈപ്പ് 1കാർക്ക് പൂർണ്ണമായിട്ടും ഡയബറ്റീസ് മാറുക എന്ന് പറയുന്ന ഒരു പരിപാടി ഇല്ല. നേരെ മറിച്ച് ടൈപ്പ് 2 ഡയബറ്റീസിൽ എന്താ പറ്റുകയെന്ന് വെച്ചാൽ അവരുടെ ശരീരത്തിൽ ഓൾറെഡി ഇൻസുലിൻ ഉണ്ടാവും. പക്ഷേ അവരുടെ കൺസംപ്ഷൻ കൊണ്ട്, അതായത് അവരുടെ ആഹാരത്തിനകത്ത് കാർബോഹൈഡ്രേറ്റ് കൂടുതലായതുകൊണ്ടും അവരുടെ ജീവിത രീതി കൊണ്ട്, ഇപ്പോൾ എക്സസൈസ് കുറഞ്ഞ ആൾക്കാരുണ്ട്, അപ്പോൾ തീരെ എക്സസൈസ് ചെയ്യാത്ത ആൾക്കാർ, അതുപോലെ സെൻട്രൽ ഒബേസിറ്റി ഭയങ്കര വയറുള്ള ആൾക്കാരൊക്കെ ആകുമ്പോഴത്തേക്കും അവർക്ക് എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ അവരുടെ ശരീരത്തിൽ ഇൻസുലിൻ ഉണ്ടാകും. പക്ഷേ ഇൻസുലിൻ ഓവറായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് അവരുടെ ശരീരത്തിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു ഫേസിലെത്തും. അപ്പോൾ എന്ത് പറ്റും? ഇൻസുലിൻ ശരിക്കും വർക്ക് ചെയ്യാതെ ആവുകയും അതുവഴി അവർക്ക് ബ്ലഡ് ഷുഗർ കൂടുകയും ചെയ്യും. അതിൻ്റെ പേരാണ് ടൈപ്പ് 2 ഡയബറ്റീസ്. ഈ ടൈപ്പ് 2 ഡയബറ്റീസ് ക്യൂറബിൾ ആയിട്ടുള്ള ഒരു ഡയബറ്റീസ് ആണ് ഒരു 99% കേസിലും. കാരണം എന്താണെന്ന് വെച്ചാൽ അതൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്, ഒരു അക്വയർഡ് ഡിസീസാണ്. നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ട് മാത്രം വരുന്ന ഒരു ഷുഗർ ആയതുകൊണ്ട് മിക്ക കേസിലും ടൈപ്പ് 2 ഡയബറ്റീസ് ക്യൂറബിൾ ആയിട്ടുള്ള ഒരു ഡിസീസാണ്. ഇനി മൂന്നാമത്തേതെന്ന് പറയുന്നത് GDM ആണ്, അഥവാ ജസ്റ്റേഷണൽ ഡയബറ്റീസ് മെലിറ്റസ് ആണ്. ഈ ജസ്റ്റേഷണൽ ഡയബറ്റീസ് മെലിറ്റസ് ചിലപ്പോൾ ക്യൂറബിൾ ആവാം, ചിലപ്പോൾ ക്യൂറബിൾ അല്ലാതെ ഇരിക്കാം. കാരണം അത് പ്രഗ്നൻസി ടൈമിൽ ഉണ്ടാകുന്ന ഒരു ഡയബറ്റീസ് ആണ്. അപ്പോൾ അത് ക്യൂറബിൾ ആവാനും ക്യൂറബിൾ ആവാതിരിക്കാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ ലാസ്റ്റ് ഞാൻ പറഞ്ഞ ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള ഡയബറ്റീസ് ആണ്. ഈ ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള ഡയബറ്റീസ് ക്യൂറബിൾ ഡയബറ്റീസ് ആണ്. കാരണം അതെന്താണെന്ന് വെച്ചാൽ അതൊരു ഒരു മരുന്നിൻ്റെ ഉപയോഗം കൊണ്ട് അല്ലെങ്കിൽ ഒരു അസുഖത്തിൻ്റെ ചികിത്സ കൊണ്ടുണ്ടാകുന്ന ഡയബറ്റീസ് ആണ്. അങ്ങനെയുള്ള ഡയബറ്റീസും ക്യൂറബിൾ ആയിട്ടുള്ള ഒരു ഡയബറ്റീസ് ആണ്. സോ അതുകൊണ്ട് നമുക്ക് ആദ്യം ഇതിൽ ഏത് ഡയബറ്റീസ് ആണ് ഉള്ളതെന്ന് കൺഫേം ചെയ്യാൻ
നമ്മൾ എന്താ ചെയ്യുക, അതിനെ നമ്മൾ ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻസ് വഴിയാണ് കൺഫേം ചെയ്യുക. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് സിറം ഫാസ്റ്റിംഗ് ഇൻസുലിനാണ്. സോ ആദ്യം ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും ചെയ്യുന്ന ഒരു പ്രധാനമായ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, നമ്മളെപ്പോഴും ഷുഗർ കണ്ടുപിടിക്കുന്നത് എങ്ങനെ, FBS നോക്കും, അതായത് ആഹാരത്തിന് മുന്നത്തെ ഷുഗർ നോക്കും, ആഹാരത്തിന് ശേഷമുള്ള ഷുഗർ നോക്കും. ഇത് രണ്ടും നോക്കിയിട്ട് ഇതിനെന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഡയബറ്റീസ് ആണെന്ന് പറഞ്ഞാൽ മരുന്ന് കഴിക്കും. അങ്ങനെയല്ല ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, ശരിയാണ്, FBS നോക്കുക, PPBS നോക്കുക, പിന്നെ 3 മാസത്തെ ഷുഗർ നോക്കുക, HbA1c നോക്കുക. അപ്പോൾ ഇതിൽ വേരിയേഷൻ ഉണ്ടെങ്കിൽ, ഇപ്പോൾ HbA1c കൂടുതലാണ് അല്ലെങ്കിൽ FBSും PPBSും കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടെന്ന് ഉറപ്പാണ്. പക്ഷേ ഏത് ഡയബറ്റീസ് ആണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ 2 കാര്യം കൂടെ ചെയ്യണം. ഒന്നെന്ന് പറയുന്നത്, നമ്മൾ ഫാസ്റ്റിംഗ് ഇൻസുലിൻ, സിറം ഫാസ്റ്റിംഗ് ഇൻസുലിൻ നോക്കുക. ആരും ചെയ്യാത്തൊരു ടെസ്റ്റാണ്. സോ സിറം ഫാസ്റ്റിംഗ് ഇൻസുലിൻ നോക്കുക. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ലിപ്പിഡ് പ്രൊഫൈലൂടെ ചെയ്യുക. സിറം ഫാസ്റ്റിംഗ് ഇൻസുലിൻ നോക്കുമ്പോൾ എന്തറിയാൻ പറ്റും, നമ്മുടെ ബ്ലഡിനകത്ത് ഫാസ്റ്റിംഗ് ലെവൽ ഓഫ് ഇൻസുലിൻ അറിയാൻ പറ്റും. അതിൻ്റെ നോർമൽ വാല്യൂ എത്രയാണെന്ന് ഞാൻ താഴെ കൊടുത്തേക്കാം. സോ നോർമലി ടൈപ്പ് 2 ഡയബറ്റീസ് ഉള്ള ഒരാൾക്ക് ശരീരത്തിൽ ഇൻസുലിൻ കൂടുതലായിരിക്കും. സോ അങ്ങനെയുള്ളവർക്ക് സിറം ഫാസ്റ്റിംഗ് ഇൻസുലിൻ കൂടുതലായിരിക്കും. പക്ഷേ നമുക്ക് ടൈപ്പ് 1 ഡയബറ്റീസ് ആണുള്ളതെങ്കിൽ നമ്മുടെ ബ്ലഡിൽ ഓൾറെഡി ഇൻസുലിൻ ഇല്ലല്ലോ. സോ അതുകൊണ്ട് സിറം ഫാസ്റ്റിംഗ് ഇൻസുലിൻ കുറവായിരിക്കും. സോ അങ്ങനെയാണ് നമ്മൾ സാധാരണയായിട്ട് ടൈപ്പ് 1 ഡയബറ്റീസും ടൈപ്പ് 2 ഡയബറ്റീസും ലാബ് ഇൻവെസ്റ്റിഗേഷൻ വെച്ചിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ ഫർദർ ഇവാലുവേറ്റ് ചെയ്യും. ടൈപ്പ് 1 ഡയബറ്റീസ് ആണെങ്കിൽ ഓട്ടോ ആൻറ്റിബോഡീസ് എന്തെങ്കിലും അവർക്ക് ഉണ്ടോ എന്നൊക്കെ ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് ടൈപ്പ് 1 ഡയബറ്റീസ് ഉണ്ടോ എന്ന് കൺഫേം ചെയ്യുക. പക്ഷേ നമ്മൾ മസ്റ്റായിട്ടും നിങ്ങൾ ഡയബറ്റീസ് ഡയഗ്നോസ് ചെയ്തു, നിങ്ങൾക്ക് ഷുഗർ ഉണ്ടെന്ന് ഡയഗ്നോസ് ചെയ്തെങ്കിൽ മസ്റ്റായിട്ടും ഈ സിറം ഫാസ്റ്റിംഗ് ഇൻസുലിൻ ടെസ്റ്റ് ചെയ്തിട്ട് ടൈപ്പ് 1 ആണോ ടൈപ്പ് 2 ആണോ എന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. പിന്നെ ടൈപ്പ് 2കാർക്ക് ഒരുപാട് ഫിസിക്കൽ സിംറ്റംസ്, ശാരീരികമായ കുറച്ച് സിംറ്റംസ് ഉണ്ടാകും. ഇപ്പം കഴുത്തിന് കറുപ്പ് വരിക, അതുപോലെ സെൻട്രൽ ഒബേസിറ്റി വരിക, ഭയങ്കര ക്ഷീണം, അതുപോലെ പിന്നെ ഒരു ഏജ് ഗ്രൂപ്പും ഉണ്ട്. ഇപ്പം അങ്ങനെയല്ല, ഇപ്പം ഏത് പ്രായത്തിലും ടൈപ്പ് 2 ഡയബറ്റീസ് വരാം. എന്നാലും ജനറലി ഈ ടൈപ്പ് 2 ഡയബറ്റീസ് കൂടുതൽ ഒരു 35-40 വയസ്സിന് ശേഷമുള്ളവർക്കായിരിക്കും ഉണ്ടാവുക. പക്ഷേ ടൈപ്പ് 1 ഡയബറ്റീസ് ജനറ്റിക്കൽ ആയതുകൊണ്ട് തന്നെ കൊച്ചു കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഡയബറ്റീസ്, അതായത് ഒരു 20 വയസ്സിന് മുന്നേ ഉണ്ടാകുന്ന ഡയബറ്റീസ് മിക്കവാറും 99% ഈ ടൈപ്പ് 1 ഡയബറ്റീസ് ആവാനാണ് സാധ്യത. എസ്പെഷ്യലി തീരെ കൊച്ചു കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഡയബറ്റീസ് ടൈപ്പ് 1 ഡയബറ്റീസ് ആയിരിക്കും. പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന ഡയബറ്റീസ് ടൈപ്പ് 2 ഡയബറ്റീസും ആയിരിക്കാം. സോ അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും സിറം ഫാസ്റ്റിംഗ് ഇൻസുലിൻ നോക്കുക. അതിനോടൊപ്പം തന്നെ ലിപ്പിഡ് പ്രൊഫൈലും ചെയ്യുക. ഞാനതങ്ങനെ പറയാൻ കാരണം, ഈ ടൈപ്പ് 2 ഡയബറ്റീസുകാർക്ക് എപ്പോഴും ഡയബറ്റീസിൻ്റെ കൂടെ ട്രൈഗ്ലിസറൈഡീമിയ, ഹൈപ്പർ ട്രൈഗ്ലിസറൈഡീമിയ, ചീത്ത കൊളസ്ട്രോൾ കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിനോടൊപ്പം തന്നെ ഫാറ്റി ലിവർ ഉണ്ടാകാനുള്ള ചാൻസും കൂടുതലാണ്. സോ മേക്ക് ഷുവർ നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടെങ്കിൽ ഈ കാര്യങ്ങളൂടെ ചെക്ക് ചെയ്യുക. എന്നിട്ട് ടൈപ്പ് 1 ആണോ ടൈപ്പ് 2 ഡയബറ്റീസ് ആണോ എന്ന് ഉറപ്പാക്കുക. ഇനി ടൈപ്പ് 2 ഡയബറ്റീസ് ആണെങ്കിൽ നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ചെയ്യുന്നത് വഴി, നിങ്ങളുടെ വെയിറ്റ് ലോസ് ചെയ്യുന്നത് വഴി, നിങ്ങളുടെ ഡയറ്റ് ശരിയാക്കുന്ന വഴി, നിങ്ങളുടെ മദ്യപാനവും സിഗരറ്റ് വലിയും ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നിർത്തുന്ന വഴി ഈ ഡയബറ്റീസ് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. ഡ്രഗ്സിൻ്റെ സഹായത്തോടു കൂടി ഷുഗർ കുറച്ചുകൊണ്ട് വരിക. അതിനോടൊപ്പം തന്നെ എക്സസൈസും ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും വഴി നിങ്ങളുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലും നിങ്ങളുടെ ബോഡി വെയ്റ്റും നിങ്ങളുടെ BMIയും എല്ലാം കുറച്ചുകൊണ്ട് വരിക. അഡിക്ഷൻസ് എല്ലാം നിർത്തുക. അതുവഴി നിങ്ങൾക്ക് ഒരു ദിവസം ഡ്രഗ് ഫ്രീ ആയിട്ട്, അതായത് മരുന്ന് കഴിക്കാതെ തന്നെ ഡയബറ്റീസ് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു സുവർണ്ണ അവസരം ടൈപ്പ് 2 ഡയബറ്റീസുകാർക്കുണ്ട്. സോ മേക്ക് ഷുവർ നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടെങ്കിൽ ടൈപ്പ് 1 ആണോ ടൈപ്പ് 2 ആണോ എന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നിട്ട് ടൈപ്പ് 2 ആണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വഴി ആ ടൈപ്പ് 2 ഡയബറ്റീസ് മാറ്റിയെടുക്കുക. എപ്പോഴും മരുന്ന് കഴിക്കാൻ നിൽക്കരുത്. കാരണം മരുന്ന് കഴിക്കാതെ ജീവിക്കാനുള്ള ഒരു ചാൻസ് നിങ്ങൾക്കുണ്ട്. സോ അതുകൊണ്ട് ടൈപ്പ് 2 ഡയബറ്റീസുകാർ മരുന്ന് കഴിക്കാതെ ജീവിക്കാനുള്ള ചാൻസ് ഒരിക്കലും പാഴാക്കാതെ. ഡയബറ്റീസ് ഉള്ളവർക്ക് എങ്ങനെ മരുന്ന് കഴിക്കാതെ ജീവിക്കാൻ പറ്റും? സിമ്പിളാണ്. മരുന്ന് കഴിക്കുന്നത്, ഇപ്പം നിങ്ങൾക്ക് ടൈപ്പ് 2 ഡയബറ്റീസ് ഉണ്ടെന്ന് ഡയഗ്നോസ് ചെയ്യാൻ എന്തായാലും OHS, ഓറൽ ഹൈപ്പോഗ്ലൈസെമിക് ഏജൻസ് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ജോലി ഡോക്ടർ ചെയ്തോളും. അതിനോടൊപ്പം തന്നെ നിങ്ങൾ നിങ്ങളുടെ ജോലിയും കൂടെ ചെയ്യുക. എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്? ഒന്ന്, വെയിറ്റ് റിഡക്ഷൻ, വെയിറ്റ് കുറച്ചോളൂ. അതിനൊരു കോംപ്രമൈസും ഇല്ല. അനാവശ്യമായ ഫാറ്റ് ഉണ്ടെങ്കിൽ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് കുറയ്ക്കാനുള്ള എക്സസൈസുകൾ ചെയ്തിട്ട്. എങ്ങനെ എക്സസൈസ് ചെയ്യുക? ഒരിക്കലും നിങ്ങൾ വീട്ടിൽ മാത്രം എക്സസൈസ് ചെയ്യുന്നതിനെ ഡിപ്പെൻഡ് ചെയ്യരുത്. മിക്കപ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു റിക്വയർഡ് ഗോൾ അല്ലെങ്കിൽ റിക്വയർഡ് എക്സസൈസ് ഗോൾ മീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതിന് ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു നല്ല ജിം ട്രെയിനറെ കണ്ടുപിടിക്കുക. നല്ലൊരു ജിമ്മിൽ പോവുക. ഒരു 2 മണിക്കൂറൊന്നും വർക്കൗട്ട് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. 20 മിനിറ്റെങ്കിലും ദിവസം വർക്കൗട്ട് ചെയ്യുക. കാർഡിയോ വാസ്കുലർ വർക്കൗട്ട്സ് മസ്റ്റായിട്ടും ചെയ്യുക. അങ്ങനെ നിങ്ങളുടെ വെയിറ്റ് കുറയ്ക്കുക. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ, ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യുക. അൾട്രാ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് കഴിക്കാതിരിക്കുക. കൊതിക്ക് ഭക്ഷണം കഴിക്കുന്നത് നിർത്തുക. അനാവശ്യമായ കാർബോഹൈഡ്രേറ്റും സ്വീറ്റ്നേഴ്സും പഞ്ചസാരയും നിങ്ങളുടെ ഡയറ്റിൽ നിന്ന് ഒഴിവാക്കുക. അതോടൊപ്പം തന്നെ ബേക്കറി സാധനങ്ങളും പരമാവധി ലൈഫിൽ നിന്ന് ഒഴിവാക്കുക. അങ്ങനെ നിങ്ങളുടെ
ഡയറ്റിനകത്ത് കാർബോഹൈഡ്രേറ്റിൻ്റെ അല്ലെങ്കിൽ ഷുഗറിൻ്റെ അളവ് കുറയ്ക്കുക. എപ്പോഴും നമ്മുടെ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് എന്ന് പറയുന്നത്, അതിപ്പോൾ ഷുഗർ ഉള്ളവർക്കല്ല ആർക്കാണെങ്കിലും ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് എന്ന് പറയുന്നത് ലോ കാർബ് ഹൈ പ്രോട്ടീൻ ഹൈ ഫൈബർ ഡയറ്റാണ്. അതിനെക്കുറിച്ച് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ ആ വീഡിയോ നോക്കിയിട്ട് ഏകദേശം അതേപോലത്തെ ഒരു ഡയറ്റെങ്കിലും നിങ്ങൾ ഫോളോ ചെയ്യാൻ നോക്കുക. ആൻഡ് തേർഡ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അഡിക്ഷൻസ് എല്ലാം ഒഴിവാക്കുക. സിഗരറ്റ് വലിക്കാതിരിക്കുക, മദ്യപിക്കാതിരിക്കുക, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം എല്ലാ ലഹരികളും ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക. അതുവഴി നിങ്ങളുടെ ശരീരത്തിൻ്റെ മെറ്റബോളിസം കറക്റ്റാക്കി കൊണ്ടുപോകാൻ നിങ്ങളുടെ ശരീരത്തിന് നിങ്ങൾ സഹായിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ദിവസം ടൈപ്പ് 2 ഡയബറ്റീസ് ഉള്ളവർക്ക് ഒരു ദിവസം ഒരു മരുന്നും കഴിക്കാതെ ജീവിക്കാൻ പറ്റും. സോ മേക്ക് ഷുവർ നിങ്ങൾ ആ ഓപ്പർച്യൂണിറ്റി ഉപയോഗിച്ചിട്ട് ഞങ്ങൾ ഡോക്ടർമാരുടെയും ആശുപത്രികളുടെയൊക്കെ ജോലി കുറച്ച് തരിക. സോ ഇതാണ് ഇന്നത്തെ വീഡിയോയുടെ കണ്ടൻറ്റ്. കണ്ടൻറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതേപോലത്തെ വീഡിയോസ് ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ഓക്കെ.